ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. തൂക്കം കുറഞ്ഞതിൽ ഹൈക്കോടതി വിമർശനം കൂടി മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് നീക്കം. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കിപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. ഈ തൂക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? വിശദ വിവരങ്ങൾ എന്തൊക്കെ? സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം തന്നെ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയത് ഗുരുതരമായൊരു പ്രശ്നമാണ് എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിക്കും. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഈ വിഷയവും ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് എത്തിയാൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് തന്നെയാകും. ഈ അയ്യപ്പ സംഘം ബഹിഷ്കരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ബഹിഷ്കരിക്കണോ വേണ്ടയോ എന്ന് പറയുന്നില്ല. പോകേണ്ടവർക്ക് പോകാം എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് അന്ന് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും അയ്യപ്പ സംഗമം കൂടി ചർച്ചയ്ക്ക് വരും. അയ്യപ്പ സംഗമം നടക്കാനിരിക്കുകയാണ് നാളെ. അപ്പോൾ ആ വിഷയത്തിൽ ഒരു നിലപാട് പ്രതിപക്ഷത്തിന് സ്വീകരിക്കേണ്ടി വരും. എന്ത് നിലപാടാകും ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം അയ്യപ്പ സംഗമം പോലത്തെ ഒരു പ്രധാന പരിപാടി സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ അത് വോട്ട് ലക്ഷ്യം വെച്ചുള്ള പരിപാടിയാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ നിലപാട് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സഭയിൽ ഇന്ന് അറിയേണ്ടത്. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കാണാതെ ബന്ധപ്പെട്ട വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും വന്ന വിധികളുമായി ഉത്തരവുകളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷത്തു നിന്നും ഉയരും. അതോടൊപ്പം തന്നെ KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഭയുടെ മുന്നിൽ സഭാ കവാടത്തിൽ രണ്ട് പ്രതിപക്ഷ MLA-മാർ നിരാഹാരം ഇരിക്കുന്നു. ആ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സഭ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഇന്നും ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാനുള്ള സാധ്യത കാണുന്നില്ല. തുടർച്ചയായി 3 ദിവസമാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകിയത്. 3 ദിവസവും ചർച്ച വിശദമായി തന്നെ നടക്കുകയും ചെയ്തു. ഇന്ന് പക്ഷേ അവതരണാനുമതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.